LDFിൻ്റെ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു കൗതുകം അല്ലെങ്കിൽ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ 5 തവണ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായിരുന്ന M. അനിൽകുമാർ മത്സരരംഗത്തേക്കില്ല. അത് കൗതുകമില്ലാത്തൊരു വാർത്തയാണ്. കാരണം ഞാൻ 20 വർഷക്കാലം ഞാൻ ജനപ്രതിയാണ്. 4 ടേമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു ഒരു തവണ എറണാകുളത്തേക്ക്. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ 25 വയസ്സ് മുതൽ ഞാൻ പാർലമെൻ്ററി രംഗത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ മത്സരിക്കേണ്ട കാര്യമില്ല. 1. 2, ഞങ്ങൾ പൊതുവിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാറില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ ഞാൻ ജില്ലാ കമ്മിറ്റിയിലായിരുന്നു. മറ്റൊരു കാര്യം, മത്സരരംഗത്തില്ലെങ്കിലും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് താങ്കളുടെ കാലത്തുള്ള ഈ 5 വർഷത്തെ സുപ്രധാനമായ കൊച്ചിയുടെ വളർച്ചയിലെ താങ്കളുടെ പങ്കുകൂടി എടുത്തു കാട്ടിക്കൊണ്ടായിരിക്കും ഇത്തവണ ജനവിധി തേടുക. എൻ്റേതായിട്ടുള്ള പങ്ക് മാത്രമേ ഉള്ളൂ. ഇത് ഈ നടന്നത് മുഴുവനും മേയറുടെ പ്രവർത്തനങ്ങളല്ല. ഈ നടന്നത് മുഴുവനും ഞാൻ പറഞ്ഞല്ലോ LDF മാനിഫെസ്റ്റോയിൽ നടന്ന കാര്യങ്ങളാണ്. ആ LDF മാനിഫെസ്റ്റോ ഞങ്ങൾ കഴിഞ്ഞ തവണ മുതൽ രൂപീകരിക്കുന്നത് ആളുകളുമായി ചർച്ച ചെയ്തിട്ടാണ്. ഇത്തവണയും ഞങ്ങൾ ആര് വന്നിരുന്നാലും മേയറുടെ വർക്കല്ല വരാൻ പോകുന്നത്, LDFിൻ്റെ വർക്കാണ്. ആ വർക്കെന്ന് പറയുന്നത് പൊതുജനങ്ങളുടേതാണ്. മറ്റൊരു കാര്യം, താങ്കളുടെ പേരില്ലെങ്കിലും പുതിയൊരു മേയർ സ്ഥാനാർത്ഥിയുടെ പേര് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തത് കൊണ്ടോ എന്തോ അറിയില്ല, മേയർ സ്ഥാനാർത്ഥിയുടെ പേര് വരുന്നില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മേയറുടെ പേര് ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടി വരില്ല. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കും. കൊച്ചിയെ സംബന്ധിച്ച് അതിവേഗം വളരുന്നൊരു സിറ്റി കൂടിയാണ്. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ തന്നെ പ്രഖ്യാപിക്കാവുന്ന ഒന്നല്ല ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. ആദ്യം ജയിക്കണ്ടേ, ജയിച്ചിട്ട് നമുക്ക് മേയറുടെ കാര്യം പറയാം. മറ്റൊരു കാര്യം, അതിവേഗം വളരുന്ന കൊച്ചിയെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ നേട്ടങ്ങൾക്കപ്പുറത്ത് പുതിയ പദ്ധതികൾ കൂടി LDFിൻ്റെ പ്രകടന പത്രികയിലുണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. അത് ജനങ്ങൾ നിർദ്ദേശിക്കുന്ന പദ്ധതികളുണ്ടാവും. എന്തായാലും തീർച്ചയായും എന്തായാലും അദ്ദേഹം മത്സരരംഗത്തില്ല. പക്ഷേ സുനിശ്ചിതമാണ് കഴിഞ്ഞ 5 വർഷത്തെ നേട്ടങ്ങൾ, ഭരണ നേട്ടങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചിയെ പോലെയുള്ള ഒരു അതിവേഗം വളരുന്ന നഗരം എന്നുള്ള നിലയ്ക്ക് കൊച്ചിയുടെ വളർച്ചയിൽ ഈ വരാനിരിക്കുന്ന 5 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും പുതിയ നിർദ്ദേശങ്ങളുണ്ടാകും. അത് ജനങ്ങളുടെ കൂടി നിർദ്ദേശങ്ങളായിരിക്കുമെന്നാണ് M. അനിൽകുമാർ പറയുന്നത്. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.